മന്ത്രിമാരും അറിഞ്ഞില്ല. സതീശന് കിട്ടിയത് 8ന്റെ പണി. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നത്തിനാണ് 8ന്റെ പണി ഇപ്പോൾ VD സതീശൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രതിസന്ധികൾക്കിടയിലും വളരെ അടിയന്തരമായ ഒരു യോഗത്തിനായി ഡൽഹിക്ക് പറന്നിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ. അവിടെ സുപ്രീം കോടതി പോലും ഇടപെട്ട ഒരു വിഷയത്തിലാണ് സ്വന്തം മന്ത്രിമാർ പോലും അറിയാതെ ഒരു വലിയ 8ന്റെ പണി സതീശനെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ തികഞ്ഞ പ്രതീക്ഷയോടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ ഇടപെടാൻ ശ്രമിച്ചപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ ഒരു വിഷയം ഭരണത്തിലേറിയപ്പോൾ ഇത്രമേൽ സങ്കീർണമായ നിയമക്കുരുക്കായി മാറിയത് എങ്ങനെയെന്ന് സതീശനും കൂട്ടരും ആലോചിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഈ മുനമ്പത്ത് സംഭവിച്ചത്? എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് 400-ലധികം ഏക്കർ വരുന്ന തീരദേശ ഭൂമിയിലാണ് ഈ തർക്കം നിലനിൽക്കുന്നത്. ഇവിടെ ജനിച്ചു ജീവിച്ച 600-ലധികം കുടുംബങ്ങളാണുള്ളത്. അതിൽ ഭൂരിഭാഗവും ലത്തീൻ കാത്തലിക് വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലും പെട്ട സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണ്. തങ്ങളുടെ കയ്യിൽ കൃത്യമായ ആധാരമുള്ള, തങ്ങൾ കഷ്ടപ്പെട്ട് വില കൊടുത്ത് വാങ്ങിയ മണ്ണിൽ നിന്ന് തങ്ങളെ ഒഴിപ്പിക്കാൻ വഖഫ് ബോർഡ് നീക്കം നടത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ സമരം വലിയ രീതിയിൽ ആളിക്കത്തിയത്. വർഷങ്ങളായി അവിടെ കരമടച്ച് സമാധാനത്തോടെ ജീവിച്ചിരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം ഭൂമിയുടെ നികുതി അടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. വഖഫ് ബോർഡ് ഈ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഈ തർക്കം വലിയൊരു രാഷ്ട്രീയ വർഗീയ ചർച്ചാ വിഷയമായി മാറിയത്. ഈ പ്രശ്നത്തിന്റെ ചരിത്രം നമ്മളൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. 1950-കളിലാണ് ഈ ഭൂമി ഒരു പ്രമുഖ പ്രാദേശിക വ്യാപാരിയുടെ അവകാശികൾ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഒരു ഗിഫ്റ്റ് ഡീഡ് വഴി നൽകുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകിയ ഭൂമിയായിരുന്നു അത്. ദശകങ്ങൾക്ക് ശേഷം കോളേജ് മാനേജ്മെന്റ് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഈ ഭൂമിയുടെ പല ഭാഗങ്ങളും അവിടെ താമസിച്ചിരുന്ന സാധാരണക്കാർക്ക് ആധാരം ചെയ്ത് വിൽപ്പന നടത്തി. പാവപ്പെട്ട തൊഴിലാളികൾ തങ്ങളുടെ കയ്യിലെ ചോര നീരാക്കിയ പണം കൊടുത്ത് ഈ മണ്ണ് വില കൊടുത്ത് വാങ്ങുകയായിരുന്നു. അവിടെ അവർ വീടുകളും പള്ളികളും ക്ഷേത്രങ്ങളും കടകളുമെല്ലാം പണിത് തലമുറകളായി താമസിച്ചു പോരുന്നു. എന്നാൽ 2019-ൽ വഖഫ് ബോർഡ് ഈ രംഗത്തേക്ക് വരികയും ഈ ഗിഫ്റ്റ് ഡീഡ് വഴി കിട്ടിയ ഭൂമി ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത വഖഫ് സ്വത്താണെന്നും ഇത് സ്വന്തമായി വിൽക്കാൻ കോളേജിന് അവകാശമില്ലായിരുന്നു എന്നും വാദിക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ കഷ്ടപ്പെട്ട് ഭൂമി വാങ്ങിയ ആളുകൾ ഇപ്പോൾ സ്വന്തം മണ്ണിൽ കയ്യേറ്റക്കാരായി മുദ്ര കുത്തപ്പെടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രിയായ സതീശന് ഇതിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ ഈ മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി ഇതിനോടകം രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന വിവരമാണ്. ഇതാണ് മന്ത്രിമാർ പോലും അറിയാതെ പിന്നിൽ നിന്ന് കിട്ടിയ വലിയൊരു പണിയായി മാറിയത്. VD സതീശൻ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ഇടതു ഭരണകൂടവും വഖഫ് ബോർഡും ചേർന്ന് ഉണ്ടാക്കിയ വലിയൊരു നിയമക്കുരുക്ക് അഥവാ ഒരു ചതിക്കുഴിയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് സതീശൻ ആരോപിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെ ചതിക്കുന്ന തരത്തിലാണ് ഈ പോർട്ടൽ രജിസ്ട്രേഷൻ നടന്നതെന്നും 10 മിനിറ്റ് കൊണ്ട് രാഷ്ട്രീയമായി തീർക്കാമായിരുന്ന ഒരു വിഷയത്തെ മനഃപൂർവ്വം സങ്കീർണമാക്കാനാണ് വഖഫ് ബോർഡ് ഈ നീക്കം നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. പോർട്ടൽ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ടെങ്കിലും പുതിയ UDF സർക്കാർ ഉറപ്പു നൽകുന്നത് പാവപ്പെട്ട ഒരു കുടുംബത്തെ പോലും മുനമ്പത്ത് നിന്ന് ഇറക്കിവിടാൻ അനുവദിക്കില്ല എന്നാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയത്തിൽ സർക്കാർ എല്ലാ നിയമവഴികളും തേടുമെന്നും പാവപ്പെട്ട ഇരകൾക്കൊപ്പം നിൽക്കുമെന്നും സതീശൻ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ CPIM-ഉം സംഘപരിവാർ ശക്തികളും ഈ വിഷയത്തെ വർഗീയ ചേരിതിരിവുണ്ടാക്കാനും ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നത വളർത്താനും വേണ്ടി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതേസമയം കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഉൾപ്പെടെയുള്ളവർ സതീശന്റെ 10 മിനിറ്റ് വാഗ്ദാനത്തെ ഓർമ്മിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മുനമ്പം സമരസമിതിയും തങ്ങളുടെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ ഈ അതിക്രമത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് അവരുടെ ആവശ്യം. BJP-യും ഈ വിഷയത്തിൽ സതീശനെതിരെ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിമാർ പോലും അറിയാതെ വന്ന ഈ വഖഫ് പോർട്ടൽ രജിസ്ട്രേഷൻ എന്ന 8ന്റെ പണിയിൽ നിന്ന് സ്വന്തം നാട്ടുകാരെയും ഒപ്പം തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെയും രക്ഷിച്ചെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശന് എങ്ങനെ സാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുകയാണ്. നിയമപരമായ ഈ ചതിക്കുഴിയിൽ നിന്ന് മുനമ്പത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മോചനം നൽകാൻ ഈ ഡൽഹി യാത്ര കൊണ്ട് മുഖ്യന് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.